ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാനിൻ്റെ വളരെ പുണ്യമേറിയ ഒരു സമയത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ, ഇബാദത്തുകൾ നമ്മിൽ നിന്ന് പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. മനുഷ്യനെ പറ്റിയും അള്ളാഹുവിനെ പറ്റിയും ഒരു കവിതയുടെ 2 വരികളിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ലാ തസ്അലന്ന ബനി ആദമ ഹാജത്തൻ. ആദമിൻ്റെ പുത്രനോട് നീ ഒരാവശ്യം ചോദിക്കരുത്. വസലില്ലദീ അബ്വാബഹു ലാ തുഹ്ജബ്. നീ ചോദിക്കേണ്ടത് അടയപ്പെടാത്ത, ഒരിക്കലും അടയ്ക്കപ്പെടാത്ത വാതിൽ ഏതാണോ അവിടെയാണ് ചോദിക്കേണ്ടത്. അല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലു. അല്ലാഹു കോപിക്കും നീ നിന്റെ ചോദ്യം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ, ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ. വബനി ആദമ ഹീന യസ്അൽ യഗ്ളബ്. മനുഷ്യൻ കോപിക്കുന്നത് ചോദ്യം കൂടുന്തോറുമാണ്. മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണത്. ഒരു മനുഷ്യനോട് ഒരു സഹായം അല്ലെങ്കിൽ ഒരു ചോദ്യം അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നാൽ മനുഷ്യന് ദേഷ്യം വരും. ഇയാളെന്താണ് ഇങ്ങനെ? ഇയാൾക്ക് ഇന്നലെ കൊടുത്തതല്ലേ, ഇന്നും അയാൾ വന്നിരിക്കുകയാണ്. എന്താ കൊടുത്തത്? നമ്മൾ 1 സെന്റ് സ്ഥലമൊന്നും എഴുതി കൊടുത്തിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ മനുഷ്യൻ അങ്ങനെയാണ്. ചോദിക്കും തോറും മനുഷ്യന് ദേഷ്യം കൂടും. അള്ളാഹു എങ്ങനെയാണ്? അള്ളാഹു നമ്മൾ ചോദിച്ചില്ലെങ്കിലാണ് അള്ളാഹുവിന് നമ്മളോട് ദേഷ്യം ഉണ്ടാവുക. അതാണ് ആദ്യ വരിയിൽ പറയുന്നത്. എന്നെന്നും തുറന്നു കിടക്കുന്ന അടയപ്പെടാത്ത വാതിൽ ഏതാണോ അവിടെയാണ് നമ്മൾ ചോദിക്കേണ്ടത് എന്ന് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഒരു വചനത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മൻ സർറഹു, ആരാണ് സന്തോഷിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്, ഐ യസ്തജീബ അല്ലാഹു ലഹു, അല്ലാഹു അവന് ഉത്തരം നൽകണം എന്ന് ആരാണ് ആഗ്രഹിക്കുന്നത്, ഇൻദ ശദാഇദി വൽ ഖുറബി, പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും രോഗങ്ങളുടെയും ഒക്കെ ഘട്ടത്തിൽ അല്ലാഹ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ, ഫൽ യുക്സിരി ദുആ ഫിർ റഖാ, നമ്മുടെ സുഭിക്ഷതയിൽ, സന്തോഷത്തിൽ, വിജയത്തിൽ, സമാധാനത്തിൽ, സ്വസ്ഥതയിൽ, സുരക്ഷിതത്വത്തിൽ അള്ളാഹുവിനോട് നമ്മൾ ദുആകൾ വർദ്ധിപ്പിക്കണം എന്നതാണ്. അള്ളാഹ് നമുക്ക്, നമ്മൾ പ്രതിസന്ധി അനുഭവിക്കുമ്പോഴും നമ്മൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴും നാം രോഗങ്ങൾ അനുഭവിക്കുമ്പോഴും അള്ളാഹ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സുഭിക്ഷതയിൽ അള്ളാഹുവിനോട് ചോദിക്കണം. നമ്മൾ സമാധാനത്തോടു കൂടി ഇരിക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള ദുആകൾ വർദ്ധിപ്പിക്കണം. സ്വസ്ഥമാണ്, സമാധാനമാണ്, സന്തോഷമാണ്. അവ നമ്മുടെ പ്രാർത്ഥനകൾ കുറഞ്ഞു പോകും.
ബുദ്ധിമുട്ടാണെങ്കിലോ പടച്ചോനെ പടച്ചോനെ എന്നുള്ള വിളി നമ്മൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ എപ്പോഴാ കൂട്ടേണ്ടത്? കൂട്ടേണ്ടത് കൂടുതൽ സൗകര്യങ്ങൾ ഉള്ളപ്പോഴാണ് എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നത്. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. നബി പറയുന്ന മറ്റൊരു വചനമാണ്. ആ വചനം നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളെ വച്ചുകൊണ്ടൊന്ന് അളക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ഉദുഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. എങ്ങനെയാണ് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ഉദുഉല്ലാ, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ പരിശോധിച്ച് നോക്കി, ഉത്തരം കിട്ടും. നമ്മൾ ഇന്നും പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടുമെന്നല്ല ഉറപ്പുണ്ടോ? ഉറപ്പോടുകൂടിയാണ് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നാണ്. പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഉറപ്പില്ലാതായി പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വഅലമു അന്നല്ലാഹ ലാ യസ്തജീബ്, തീർച്ചയായും നിങ്ങൾ അറിയണം, അള്ളാഹു ഉത്തരം നൽകുകയില്ല. ദുആ, ഒരു പ്രാർത്ഥനക്ക്, മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹ്, അശ്രദ്ധമായ, ശ്രദ്ധയില്ലാതെ പ്രാർത്ഥിക്കുന്ന ഹൃദയങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഉത്തരം നൽകുകയില്ല എന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തത്? നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും നമ്മളറിയാതെയുള്ള വർത്തമാനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഉദുഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉറപ്പുണ്ടാവണം. പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണ് ഉണ്ടാവേണ്ടത്. നോക്കൂ നിങ്ങൾ, നമ്മൾ നമസ്കരിക്കുന്നു. നമ്മുടെ നമസ്കാരങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒട്ടേറെ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളിൽ രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. എത്ര കാര്യം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് രണ്ട് സുജൂദുകൾക്കിടയിൽ? എന്തൊക്കെയുണ്ട്? റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർസുഖ്നി വആഫിനി വഹ്ദിനി വർഫഅനി. 7 സുപ്രധാനമായ കാര്യങ്ങളാണ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്. എത്ര സെക്കൻഡ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്? കുറഞ്ഞ സെക്കൻഡുകൾ തീർന്നു പോവുകയാണ്. ആ 7 കാര്യങ്ങളും നമ്മൾ അറിഞ്ഞ് ഉത്തരം കിട്ടുമെന്ന ഉറപ്പിൽ പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണോ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റബ്ബി ഗഫിർലി, അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരയണമേ. എൻ്റെ തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ, പോരായ്മകൾ, കഴിഞ്ഞുപോയ ജീവിതത്തിൽ സംഭവിച്ചു പോയത്, വാക്കുകൾ കൊണ്ടുള്ളത്, മാതാപിതാക്കളോടുള്ളത്, ബന്ധുമിത്രാദികളോടുള്ളത്, സഹോദരങ്ങളോടുള്ളത്, അയൽവാസികളോടുള്ളത്, മക്കളോടുള്ളത്, ഇണകളോടുള്ളത്, ഇങ്ങനെയല്ല. ഇഗ്ഫിർലി, എനിക്ക് പുറത്തു തരണേ. അത് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരുമല്ലോ, അപ്പൊ ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുകയാണ് എന്ന ഉറപ്പോടുകൂടി ആ പൊറുക്കൽ ഉത്തരം നൽകുന്ന, ആ ഒരു ഉത്തരം നൽകുമെന്ന ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? നോക്കൂ നിങ്ങൾ, 5 നേരത്തെ നമസ്കാരമുണ്ട്. സുബഹി കഴിഞ്ഞു ളുഹർ വരെ. അതിനിടയിൽ നമ്മൾ പറഞ്ഞുപോയ കാര്യങ്ങൾ, ചെയ്തു പോയ കാര്യങ്ങൾ, ഇതൊക്കെ ളുഹറിൽ 4 തവണയാണ് ഈ ഇഗ്ഫിർലി നമ്മൾ പറയുന്നത്. സുന്നത്ത് വേറെ, നിർബന്ധമായി നമ്മൾ പറയുന്നത്.
4 തവണ ഞാൻ പറയുമ്പോൾ എൻ്റെ സുബ്ഹി മുതൽ ളുഹർ വരെയുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും റബ്ബി ഗഫിർലി നീ എനിക്ക് പുറത്തരണേ. അപ്പോൾ പിന്നെ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് വിശുദ്ധരായിട്ടായിരിക്കും. പക്ഷെ നമ്മുടെ റബ്ബി ഗഫിർലി എങ്ങനെയാണ് പോകുന്നത്? എത്ര വേഗത്തിലാണ് പോകുന്നത്? ആ സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിന്റെ വേഗത എത്രയാണ്? ചിലപ്പോ ഇമാമ് പോലും നമുക്കത് പറയാൻ അവസരം തന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഗഫിർലി പറഞ്ഞാൽ, ഞാനത് ഒരു പ്രാർത്ഥനയെ മാത്രമാണ് പറയുന്നത്, ഒരു പ്രാർത്ഥന മാത്രം. അത് കൂടാതെ ഇനിയുണ്ട്, അല്ലാഹുമ്മഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു, ഇങ്ങനെ തുടങ്ങുന്ന മറ്റൊരു പ്രാർത്ഥന അത്തഹിയ്യാത്തിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്. പക്ഷേ ഈ 4 തവണ ളുഹറിൽ നമ്മൾ ആവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് റബ്ബി ഗഫിർലി. അസറിൽ വീണ്ടും നമ്മൾ ആവർത്തിക്കുന്നു. അപ്പോൾ ളുഹറും അസറിന്റെ ഇടയിലുള്ള ആ ഒരു പ്രാർത്ഥന, ആ ഒരു സമയത്ത് ഞാൻ ചെയ്തു പോയിട്ടുള്ളതിനൊക്കെ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുകയാണ്, അള്ളാഹു എനിക്ക് പുറത്തരണേ. മഗ്രിബിന് വീണ്ടും നാം ഇരിക്കുന്നു, 3 തവണ മഗ്രിബിന് ചോദിക്കുന്നു റബ്ബി ഗഫിർലി. വീണ്ടും മഗ്രിബിന് ശേഷം ഇശാ വരെ എത്ര സമയം? ഒരു 1.5 മണിക്കൂർ ഉണ്ടാവും. ആ സമയത്തിനിടയിൽ ചെയ്തു പോയതിനെ ഇശാഇന് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു, ഉദുഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉറപ്പോടുകൂടിയാണ് എൻ്റെ ആ പ്രാർത്ഥന എങ്കിൽ എൻ്റെ സലാം വീട്ടുമ്പോ എനിക്കൊരു ആശ്വാസം ഉണ്ടാവും. നമ്മൾ എത്ര സലാം വീട്ടുന്നു, വല്ല ആശ്വാസം നമുക്ക് കിട്ടുന്നു? റമദാനിൽ നോക്ക്, നിങ്ങൾ തറാവീഹ് നമസ്കരിക്കുന്നു, 11 തവണയാണ് റബ്ബി ഗഫിർലി പറയുന്നത്. അപ്പോൾ ഒരു ദിവസം ഉദുഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, അല്ലാഹ് ഉത്തരം നൽകുമെന്ന ഉറപ്പിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലെ ഒരു പ്രാർത്ഥന റബ്ബി ഗഫിർലി ആണ്. പക്ഷേ ആ ഉറപ്പും നമ്മുടെ മനസ്സും അത് പറയുമ്പോഴുള്ള നമ്മുടെ ശ്രദ്ധയും, ഹൃദയത്തിന്റെ ശ്രദ്ധയും അതിൽ കടന്നു വരുന്നുണ്ടോ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ പ്രാർത്ഥന വർഹംനി, എനിക്ക് കരുണ നൽകണമേ എന്നതാണ്. കാരുണ്യം വേണം. അല്ലാഹ് കരുണ നൽകിയിട്ടില്ലെങ്കിൽ നമുക്കാർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സമയങ്ങൾ, സന്ദർഭങ്ങൾ, അതെങ്ങനെ മുന്നോട്ട് കടന്നു പോകണമെങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം നിർബന്ധമായും വേണം. ഇന്നലെ ഒരു സഹോദരന്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ നാവുകൾക്ക് ചെറിയൊരു കുഴയൽ. ഗൾഫിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം നാട്ടിൽ വന്ന് തിരിച്ചു പോകുന്നതിന്റെ തലേ ദിവസം രാജഗിരിയിൽ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്തപ്പോ തലയിൽ ഒരു മുഴയുണ്ട്, വേറെ ലക്ഷണങ്ങളോ ഒന്നുമില്ല. അദ്ദേഹത്തോട് പറഞ്ഞു നിർബന്ധമായും ഓപ്പറേഷൻ ചെയ്യണം. ആസ്റ്ററിൽ പോയി. ആസ്റ്ററിൽ ചെന്നപ്പോഴും നിർബന്ധമായും ഓപ്പറേഷൻ ചെയ്യണം. സർജറി കഴിഞ്ഞു. തലയാണ് സർജറി ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ജീവിതം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം അതിങ്ങനെ കഴിഞ്ഞു പോകണമെങ്കിൽ എത്രയോ അധികം റഹ്മത്ത് അള്ളാഹു നമുക്ക് നൽകിയെങ്കിലാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു മിനിറ്റ് കഴിഞ്ഞു പോവുക. അള്ളാഹ് നമുക്ക് നൽകിയ സമയങ്ങൾ എത്രയാണ്? 86,400 രൂപ രാവിലെ എഴുന്നേൽക്കുമ്പോ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ആ പൈസ തീർക്കണം. എന്താ ചെയ്യാ നമ്മള്? തീർക്കുമല്ലേ? ഓ എനിക്കൊന്നും വേണ്ട, എനിക്കെന്തിനാ കാശില്ലേ, അങ്ങനെയാണോ?
കിട്ടിയായിരുന്നെങ്കിൽ സമാധാനായി അല്ലേ? പക്ഷേ പിറ്റേ ദിവസവും 86,400 രൂപ കിട്ടും. തലേന്നത്തെ ബാലൻസ് ഉണ്ടാവില്ല. അത് ഉപയോഗിച്ചു തീർത്താൽ മാത്രമേ അത് നമുക്ക് കിട്ടുള്ളൂ. ഉപയോഗിച്ചില്ലെങ്കിൽ അത് തീർന്നു പോകും. അങ്ങനെ ഓരോ ദിവസവും 86,400 രൂപ നമുക്ക് കിട്ടിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എന്താ അവസ്ഥ? ഒരു ജോലിക്കും പോണ്ട, ഇതെങ്ങനെ തീർക്കും എന്നുള്ള ആകെ അങ്കലാപ്പിലായിരിക്കും. ഇതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും നമുക്ക്? നമ്മൾ വാങ്ങി തീർന്നിട്ട് വേണ്ടത് ഉപയോഗിക്കാൻ. വാങ്ങിയത് ഉപയോഗിക്കണമെങ്കിൽ ഈ പൈസ തീരണം. ആ വാങ്ങൽ മാത്രമേ നടക്കുള്ളൂ. എന്നാലും കിട്ടുകയാണെങ്കിൽ വലിയ കാര്യമായി അല്ലേ? 86,400 രൂപ കിട്ടുകയാണെങ്കിൽ. എന്നാൽ ആലോചിച്ച് നോക്കൂ, 86,400 സെക്കൻഡുകൾ ഒരു ദിവസത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. രൂപയല്ല, സെക്കൻഡുകളാണ് കിട്ടുന്നത്. എന്താണ് ആ സെക്കൻഡിന്റെ പ്രത്യേകത? അത് പിറ്റേ ദിവസം ഉണ്ടാവൂല. ഇന്നലത്തെ തിങ്കളാഴ്ച കിട്ടിയ 86,400 സെക്കൻഡ് എവിടെ പോയി? എങ്ങനെ ഉപയോഗപ്പെടുത്തി? എങ്ങനെയൊക്കെ അതിൽ നമ്മുടേതാക്കി നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്? അത് കാശായിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതുകൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ ശ്രമിക്കുന്നത് പോലെ സെക്കൻഡുകളായി കിട്ടുമ്പോൾ അത് നമ്മുടേതാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? 1440 സെക്കൻഡുകൾ, മിനിറ്റുകൾ നമുക്കൊരു ദിവസത്തിൽ അങ്ങനെ കിട്ടും. ഇത്രയും മിനിറ്റോ? അപ്പൊ അതൊക്കെ കൂടി എന്താ ചെയ്യാൻ പറ്റുക? ഇതെല്ലാം നമ്മളുടേതാക്കി നമുക്ക് മാറ്റാൻ കഴിയണം. അത് അള്ളാഹുവിന്റെ റഹ്മത്താണ്. നോക്കൂ നിങ്ങൾ, ഈ 86,400 സെക്കൻഡ് കിട്ടുന്ന പല ആളുകളുണ്ട്. പക്ഷെ അവരിൽ ചിലർ നമ്മുടേതുപോലെയല്ല. നമ്മുടെ മുകളിൽ കറങ്ങുന്ന ഈ ഫാൻ നിങ്ങൾക്കൊരു മിനിറ്റ് നോക്കി നിൽക്കാൻ പറ്റുമോ? ഞാനതൊരു മണിക്കൂർ നോക്കാൻ പറഞ്ഞാലോ? ഓന്ന് അവള് മറുവ. അത് 2 മണിക്കൂർ നോക്കാൻ പറഞ്ഞാലോ? അപ്പോൾ നിങ്ങൾക്ക് എന്തോ ചെറിയ സംതിങ് പ്രോബ്ലം ഉണ്ട് എന്ന് പറയും അല്ലേ? എന്നാൽ 24 മണിക്കൂറും ഈ കറങ്ങുന്ന ഫാനിനെ നോക്കി കിടക്കുന്ന ആളുകളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. കട്ടിലിൽ നിവർന്നു കിടക്കാൻ മാത്രം കഴിയുന്ന ആളുകൾ. ഇടവനക്കാടുള്ള ഒരു കുട്ടി ഇന്നലെ മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യണം. ആ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ആ കുട്ടിക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള ഭാരം വേണം. ഭാരമില്ല. ആസ്റ്ററിൽ കൊണ്ടുപോയിട്ട് വീണ്ടും മടക്കി. ഓപ്പറേഷൻ ചെയ്യാനുള്ള ഭാരം ആ കുട്ടിക്ക് ഇല്ലാത്തത് കൊണ്ട്. ചെറിയ കുഞ്ഞാണ്, കൈക്കുഞ്ഞാണ്. ഇർഹംനി. എത്രയേറെ അനുഗ്രഹങ്ങളിലൂടെ, റഹ്മത്തുകളിലൂടെയാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര പെട്ടെന്നാണ് മനുഷ്യർ നിസ്സഹായരായി പോകുന്നത്, എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത്. വല്ലാത്തൊരവസ്ഥയാണത്. അപ്പൊ അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ടുന്ന ഒന്നാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയുന്നത്. ആ റഹ്മത്തില്ലെങ്കിൽ ഒരു നിമിഷം നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. 80 മില്യൺ ന്യൂറോണുകളാണ് നമ്മുടെ തലയിലുള്ളത്, ബ്രെയിനിലുള്ളത്. ബാക്കി മില്യൺ കണക്കിന് ന്യൂറോണുകൾ നമ്മുടെ ശരീരത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ. ഈ ന്യൂറോണുകൾ തമ്മിലൊരു സന്ദേശം കൈമാറും. അതിന് സിനാപ്സ് എന്ന് പറയും. ഈ ന്യൂറോണുകളിൽ ഏതെങ്കിലും ചിലത് നശിച്ചു പോയാൽ രണ്ടാമതൊരു ന്യൂറോണിനെ ഉണ്ടാക്കാൻ നിലവിലെ വൈദ്യശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല. ന്യൂറോൺ ഇല്ലാതായാൽ നമ്മുടെ മെമ്മറി ലോസ് ആവും. ഡിമെൻഷ്യയോ അൾഷിമേഴ്സോ നമ്മളെ ബാധിക്കും. ഡിമെൻഷ്യയോ അൾഷിമേഴ്സോ നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായയിൽ വെക്കുന്ന ഭക്ഷണം
ഈ ഭക്ഷണം നമ്മൾ വച്ചിരിക്കുന്നത് ഭക്ഷണമാണെന്നും അതിന് രുചിയുണ്ടെന്നും അത് ചവയ്ക്കണമെന്നും നമ്മുടെ ഈ താടിയെല്ലുകൾക്ക് ചലിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ രസമുകുളങ്ങളിൽ നിന്ന് തലച്ചോറിലേക്ക് ചെന്ന് തലച്ചോറിൽ നിന്ന് രണ്ടാമതൊരു നിർദ്ദേശം കൊടുത്ത് ഇത് ചവക്കണമെങ്കിൽ ഈ ന്യൂറോണുകൾ പരസ്പരം സിനാപ്സുകൾ കൈമാറേണ്ടതുണ്ട്. പ്രായമായ വല്യമ്മയുടെ വായിലേക്ക് ചോറ് വെച്ചു കൊടുത്തിട്ട് നമ്മുടെ പരാതി എന്താ? ചവക്കണില്ല. അപ്പൊ എന്താ ചവക്കാത്തത്? ഈ ചവക്കാനുള്ള നിർദ്ദേശം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല. കൂർത്ത ഒരു സ്ഥലത്ത് എൻ്റെ കൈ ഞാൻ വച്ചാൽ അതെൻ്റെ കൈ വേദനിക്കും എന്നറിയുമ്പോൾ ഞാൻ അത് പെട്ടെന്ന് വലിക്കും. എന്നാൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ അത്തരം സ്ഥലത്ത് വച്ചാൽ മുറിയുന്ന സ്ഥലമാണെങ്കിലും ഞാൻ എൻ്റെ കൈ വലിക്കൂല. കാരണം അതിൻ്റെ വേദനകൾ എന്നെ സിനാപ്സുകൾ ന്യൂറോണുകൾ വഴി എൻ്റെ സുഷുമ്ന നാഡി വഴി എൻ്റെ ബ്രെയിനിലേക്ക് എത്തിച്ചിട്ടില്ല. വളരെ നിസ്സാരമായ കണ്ണുകൾ കൊണ്ട് നേർക്ക് നേരെ നോക്കിയാൽ കാണാൻ കഴിയാത്ത സൂക്ഷ്മമായിട്ടുള്ള അവയവങ്ങളാണ് ന്യൂറോണുകൾ എന്ന് പറയുന്നത്. ന്യൂറോളജി എന്ന് പറയുന്ന പഠനം വേറെയാണ്. ഇതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള അതിസങ്കീർണമായ പഠന ശാഖയാണത്. അത്ര ചെറിയ ഒരു സാധനത്തെ പോലും നമ്മുടെ ശരീരത്തിൽ അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റഹ്മത്ത്, അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭ്യമല്ലെങ്കിൽ അത് നിശ്ചലമായി പോകും. റബ്ബി റഹ്ഫിർലി വർഹംനി. ആ റഹ്മത്തിന് അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഈ റഹ്മത്താണ് ചോദിക്കുന്നത്. ഒരടി നടക്കണം, ഒന്നിരിക്കണം, എഴുന്നേൽക്കണം. ഇരുന്ന കസേരയിൽ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ ശരീരത്തിലെ എത്ര പേശികൾ ചലിക്കണം? രണ്ട് കാലിൻ്റെ അവിടെ നിന്ന് അരവരെയുള്ള വ്യത്യസ്തമായ പേശികൾ ഒരേ സമയം ചലിച്ചെങ്കിലാണ് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ നമുക്ക് കഴിയുക. അത് നിശ്ചലമായാൽ, അതൊന്ന് വലങ്ങനെയായാൽ നമ്മൾ ആലോചിച്ച് നോക്കൂ. റബ്ബ് ഗഫിർലി വർഹംനി. ആ കാരുണ്യം ഓരോന്നിലും കാരുണ്യമാണ്, കരുണയാണ്, റഹ്മത്താണ്. ഈ റഹ്മത്തിനെ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു. ആ ചോദിക്കുന്ന ചോദ്യം ഞാൻ അറിയുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നുണ്ടോ? അള്ളാഹിനോട് റഹ്മത്ത് ഞാൻ ചോദിച്ചിട്ടാണ് എൻ്റെ അസ്ര നമസ്കാരം പൂർത്തിയാക്കിയതാണോ? നമ്മൾ ആലോചിക്കുക. നമ്മൾ അസ്ര നമസ്കരിച്ചല്ലോ 4 റക്അത്ത്. റഹ്മത്ത് ചോദിച്ചോ? വജ്ബുർനി. ഇത് 7 വിശദീകരിച്ച സമയം കിട്ടൂല. വജ്ബുർനി എന്ന വാക്കിന്റെ ആശയം എന്താണ്? എനിക്കു നീ പരിഹരിച്ചു തരേണമേ എന്നാണ്. പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, എൻ്റെ രോഗങ്ങൾ, എൻ്റെ ഉമ്മയുടെ രോഗങ്ങൾ, ഉപ്പയുടെ രോഗങ്ങൾ, എൻ്റെ ഇണയുടെ രോഗങ്ങൾ, എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, വൈയക്തികമായ പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളെ മുഴുവൻ വജ്ബുർനി, എനിക്കു നീ പരിഹരിച്ചു തരേണമേ. നമ്മുടെ 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം എത്ര മിനിറ്റ് നീളണം? വജ്ബുർനി. പരിഹരിക്കുന്നവനാരാണ്? റബ്ബാൻ. റബ്ബിനോട് നമ്മൾ ചോദിക്കണം. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താ? യുദ്ധം ഒരു ഭാഗത്ത് തുടങ്ങിക്കഴിഞ്ഞു. നമ്മളെ ബാധിക്കോ? നമ്മളങ്ങനെ ബാധിക്കാനാണ് അല്ലേ? ഇവിടെ ഒരു മിസൈൽ ചിലപ്പോൾ ഒന്ന് വീണൊന്നും വരൂല. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ വരിഞ്ഞു മുറുക്കാൻ പോകുന്ന ഒരു സാധനമാണ് ഈ യുദ്ധം ഒരു ഭാഗത്ത് തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ളത്. 1990കളിലെ ഗൾഫ് യുദ്ധത്തിന്റെ സന്ദർഭങ്ങളിൽ 1,70,000-ഓളം പ്രവാസികളായ സഹോദരങ്ങളാണ്, അതിനേക്കാൾ അധികം, അവരുടെ വ്യാപാരം, കച്ചവടം, ജോലി, വീട്, എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് നാട്ടിലേക്ക് വന്നത്.
നോക്കൂ നിങ്ങൾ, ഹോർമൂസ് കടലിടുക്ക് അടച്ചു. എണ്ണ വ്യാപാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കടലിടുക്കാണ് ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത്. എണ്ണ വ്യാപാരത്തിന്റെ നാഡീ നരമ്പ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. വലിയ ഒരളവ് എണ്ണ അതിലൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതടഞ്ഞാൽ എണ്ണ വ്യാപാരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകൂല. എണ്ണ വ്യാപാരം നടക്കാതെയായാൽ കിട്ടുന്ന എണ്ണയിൽ നമ്മുടെ നാടുകളിൽ എണ്ണ ലഭിക്കാതായാൽ ആ എണ്ണ വില ഉയരും. എണ്ണ വില ഉയർന്നാൽ ചരക്കു നീക്കം സ്തംഭിക്കും, അല്ലെങ്കിൽ ചരക്കു നീക്കത്തിന്റെ വിലക്കയറ്റം ഉണ്ടാകും. വാഹനങ്ങൾ ലഭ്യമല്ലാതാകുമ്പോൾ, ചരക്കു നീക്കം സ്തംഭിക്കുമ്പോൾ എല്ലാ ചരക്കുകളെയും അത് ബാധിക്കും. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് നമ്മൾ പറയുന്നത് പോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നീങ്ങണമെങ്കിൽ ഈ വാഹന ഗതാഗതം നടക്കണം. ഇതിലൂടെ വ്യാപാരം പല നാടുകളിലേക്ക് ഇത് വ്യാപാരം നടക്കണം. അത് നടക്കാതായാൽ അവിടെ ചരക്ക് സ്തംഭിക്കും, വിപണി സ്തംഭിക്കും, വില വർദ്ധിക്കും. വില വർദ്ധിക്കുമ്പോൾ നമ്മൾ വാങ്ങുന്ന, ഇപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി വാങ്ങുന്ന ഓരോ വസ്തുവിനും വില കൂടും. കിട്ടുന്ന വരുമാനത്തിൽ മാറ്റമൊന്നുമില്ല, കൊടുക്കേണ്ട വിലയിൽ മാറ്റം വരും. വില വർദ്ധിച്ചാൽ കേരളത്തിലെ ഓരോ കുടുംബങ്ങളെയും അത് ബാധിക്കും. ഒരു ഭാഗത്ത് ഇറാനല്ലേ, ഇസ്രായേൽ അല്ലേ, അവിടെയല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഇരിക്കാൻ കഴിയില്ല. കാരണം അതൊക്കെയും നമ്മളെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ വജ്ബുർനി, അള്ളാഹുവേ ഇതിനൊക്കെ ഒരു പരിഹാരം നൽകണമേ. ഇനി നമ്മൾ വജ്ബുർനി പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവേണ്ട ഒരു ഭാഗമാണത്. യുദ്ധമില്ലാത്തൊരു നാട്, ലോകമുണ്ടാകണം, ലോകത്ത് സ്വസ്ഥത ഉണ്ടാകണം, സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണം. ഒരു രാജ്യത്തിന്റെയും ഭരണാധികാരികൾ കൊല്ലപ്പെടാൻ പാടില്ല. അത് ആ രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കും, കാലുഷ്യങ്ങൾ ഉണ്ടാക്കും, അത് മറ്റു നാടുകളിലേക്ക് വ്യാപിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകും. അത് പല രാജ്യങ്ങളെയും ബാധിക്കും. റൂമുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു. റൂമുകളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലെങ്കിൽ അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും? ഉള്ള ഭക്ഷണം തീർന്നു പോയാൽ എവിടെ നിന്ന് ഭക്ഷണം കിട്ടും? കടൽ സഞ്ചാരങ്ങൾ ബ്ലോക്കാകുന്നു, വ്യോമ ഗതാഗതം തടസ്സപ്പെടുന്നു. വലിയ പ്രതിസന്ധിയിലേക്ക് വരും അത്. നമ്മൾ നമ്മുടെ വീടുകളിലെ നമ്മുടെ മക്കളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടുന്ന ഒന്നാണത്. ഈ പ്രതിസന്ധികൾ അവിടെ നമ്മൾ ശീലിക്കണം. റമളാൻ മിതവ്യയം ശീലിക്കാൻ നമുക്ക് കഴിയണം. ഇസ്രാഫ് ഉണ്ടാകരുത്, അമിതത്വം ഉണ്ടാകരുത്, ആഡംബരങ്ങൾ ഉണ്ടാകരുത്. നമ്മുടെ കല്യാണങ്ങൾ, ആഘോഷങ്ങൾ, അതിലെ ആഡംബരങ്ങൾ എത്ര ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നത്, എത്ര ലക്ഷങ്ങൾ പൊടിപൊടിക്കുന്നത്. വജ്ബുർനി, എൻ്റെ പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ പരിഹരിച്ചു തരണം. ഈ ആഡംബരങ്ങൾക്ക് ചിലവഴിച്ചതെല്ലാം തിരിച്ചു കിട്ടാത്ത അവസ്ഥയിലേക്ക് അത് നശിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവും. വർസുക്കിനി, റിസ്ക് നൽകണമേ, ഉപജീവനം നൽകണമേ. വിശദീകരിക്കേണ്ട ഭാഗമാണ് റിസ്ക്. അള്ള റിസ്ക് നൽകാതെ നമുക്ക് അവിടെ നിന്നും റിസ്ക് കിട്ടൂല. എത്ര സമ്പത്ത് കയ്യിലുണ്ടായിക്കോട്ടെ, പൈസ കയ്യിലുണ്ട്, പക്ഷേ സാധനം വാങ്ങാൻ കിട്ടുന്നില്ലെങ്കിലോ? അക്കൗണ്ടിലുണ്ട്, പക്ഷെ കിട്ടുന്ന സാധനമില്ലെങ്കിലോ? കൈ നീട്ടേണ്ടി വന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക്. അതൊരു കാലം പ്രളയകാലമായിരുന്നു, രണ്ടാമത്തേത് കൊറോണ കാലമായിരുന്നു. പ്രളയകാലം അതിഭീകരം, എല്ലാം അടച്ചുപൂട്ടി, ചുറ്റും വെള്ളം നിറഞ്ഞു. അപ്പുറത്തുള്ള സാധനം ഇപ്പുറത്തേക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. വെള്ളം ചുറ്റുമുണ്ട്, കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാത്ത അവസ്ഥ. എന്താ കാരണം? പുഴ കവിഞ്ഞപ്പോ എല്ലാ കിണറുകളിലേക്കും വെള്ളം കയറി. ആ കിണറിൽ നിന്ന് എങ്ങനെ കോരി കുടിക്കും? വെള്ളമുണ്ട്, കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയുണ്ടായി.
ക്യാമ്പുകളിൽ വെള്ളത്തിനു വേണ്ടി ക്യൂ നിൽക്കേണ്ടി വന്ന അവസ്ഥകൾ ഉണ്ടായി. വർസുഖ്നി, റിസ്ക് അല്ലാഹ് നൽകുന്നതാണ്. ആ റിസ്ക് അള്ളാഹു നൽകിയിട്ടില്ലെങ്കിൽ നമുക്ക് ലഭ്യമാവുകയില്ല. അതുകൊണ്ട് വർസുഖ്നി, പ്രാർത്ഥനകൾ, വആഫിനി, സൗഖ്യം, സുഖം, ജീവിതത്തിൽ ആരോഗ്യത്തിന് സുഖം വേണം. ആരോഗ്യമില്ലെങ്കിലോ, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരം ബെഡിൽ നിന്ന് ഉയരുന്നില്ലെങ്കിലോ. KP ഹൗവ അറിയാമോ നിങ്ങൾക്ക്? മനോഹരമായ കാവൽ എന്ന പുസ്തകം എഴുതിയിട്ടുള്ള ഒരു വനിതയാണ്. അവർ പാലക്കാട് ജില്ലക്കാരിയാണ്. KP ഖാലിദ് കയുടെ അവരുടെ പുസ്തകത്തിന്റെ, അവർ ഇന്നലെ പാലക്കാട് മിനിഞ്ഞാന്ന് നടന്ന തസ്കിയത്ത് സംഗമത്തിൽ അവരുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. കഴിയുന്ന ആളുകൾ ആ ലൈവ് ഒന്ന് കയറിയിട്ട് കണ്ടു നോക്കണം. അവർ പറയുന്നൊരു വർത്തമാനമുണ്ട്, പ്രിയമുള്ളവരെ. തന്റെ കൈ ഇവിടെ ചൊറിയുമ്പോ ഈ കൈ കൊണ്ട് ആ കൈ ഒന്ന് ചൊറിയാൻ കഴിയുന്നില്ല. ഒന്ന് ചൊറിയുക എന്ന് പറയുന്നത്, ശരീരത്തിൽ അതിനൊരു ആഫിയത്തില്ലെങ്കിൽ, ആരോഗ്യമില്ലെങ്കിൽ, കൈ ഒന്ന് ചൊറിയാൻ പറ്റുന്നില്ലെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ചൊറിയണമെങ്കിൽ വേറൊരാളെ വിളിക്കണം, എൻ്റെ അവിടെ ചൊറിയുന്നുണ്ട്, എനിക്കൊന്ന് ചൊറിഞ്ഞത്. 2 കൈയും ഉണ്ട് കേട്ടോ, പക്ഷെ ചൊറിയാൻ കഴിയും. ക്യാൻസർ വന്ന് അതിൽ നിന്ന് അതിജീവിച്ചു വന്ന ഒരാളാണ് KP ഹൗവ എന്ന് പറയുന്നത്. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതിരിക്കുന്ന അവസ്ഥകൾ, കഴുത്തൊന്ന് നേരെ വെക്കാൻ കഴിയാത്ത അവസ്ഥകൾ. വആഫിനി, ആഫിയത്തിന് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം. വഹ്ദിനി, ഹിദായത്ത് വേണം, നേർമാർഗം വേണം. വഴി പിഴയ്ക്കാം, വഴി തെറ്റാം. അതാണ് അള്ളാഹ് പറഞ്ഞത്, റബ്ബന, പ്രാർത്ഥിക്കാൻ, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. ലാ തുസിഗ് ഖുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ചു കളയരുതേ. ഹൃദയം തെറ്റാൻ വലിയ സമയമൊന്നും വേണ്ട. ഹിദായത്തിൽ നിന്ന് വഴി തെറ്റാൻ, ഹിദായത്തിലേക്ക് വരാൻ അതിന് ഒരുപാട് സമയമൊന്നും വേണ്ട. പെട്ടെന്ന് ഹിദായത്തിലേക്ക് വരാം, ഹിദായത്തിൽ നിന്ന് വഴിമാറിയും പെട്ടെന്ന് സഞ്ചരിക്കാം. പുതിയ തലമുറ ഹിദായത്തിൽ നിന്ന് വഴിതെറ്റാനുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ട്. ക്യാമ്പസുകൾ അവരെ കാത്തിരിക്കുന്നു. വിവാഹം വേണ്ട, മക്കള് വേണ്ട, കുടുംബം വേണ്ട, പഠിച്ചാ മതി, പൈസ കിട്ടണം, കറങ്ങണം, ആസ്വദിക്കണം, ജീവിക്കണം, തീർക്കണം. ആരുടെയും വീട്ടിൽ പോയി താമസിക്കാൻ ഞങ്ങളെ കിട്ടൂല. ലിബറലിസം, സ്വാതന്ത്ര്യം, ഫ്രീഡം, ഞങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് രാത്രി ഇറങ്ങണം, സഞ്ചരിക്കണം, പോകണം, ഇഷ്ടമുള്ളവരുടെ കൂടെ ലിവിങ് ടുഗദർ കുറച്ചു കാലം കഴിയണം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്ത് വേറൊരാളുടെ. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ കേൾക്കുന്നത് ചാനലുകളിൽ മുഴുവൻ കേസുകളാണ്. കുറെ കാലം ലിവിങ് ടുഗദർ ആയിട്ട് നടന്നിട്ട് പിന്നെ കേസ് കൊടുക്കാണ് പോയിട്ട്. ഈ കേസിന് എന്താ അടിസ്ഥാനമുള്ളത്? പിന്നില്ലെങ്കിൽ ലിവിങ് ടുഗദർ അടിസ്ഥാനമുള്ളത് പൊട്ടത്തരാണല്ലോ വിളിച്ചു പറയണത്. അവിടെയാണ് ഇസ്ലാം പറഞ്ഞത് വിവാഹമാണ് നല്ലത് എന്ന്. അവ പുതിയ സംസ്കാരം പറഞ്ഞു കൊടുത്തു വിവാഹമൊന്നും നല്ലതല്ല, ഇതാണ് നല്ലതെന്ന്. ഇവിടെ വന്നിട്ട് പിന്നെ പറയണത് കേസുകളിലേക്കാണ് പോകുന്നത്. വിശദീകരിക്കാൻ സമയം പറഞ്ഞു. വഹ്ദിനി, സന്മാർഗം നമ്മുടെ മക്കളിൽ നമ്മളത് ചെറുപ്പത്തിലേ പകർന്നു കൊടുക്കണം. എപ്പോഴും അബദ്ധസഞ്ചാരത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു. വർഫഇനി, അല്ലാഹുവേ എന്നെ ഉയർത്തേണമേ. ആ ഉയർത്തല് ജീവിതത്തിൽ, പരലോകത്തില്, സന്മാർഗത്തില്, സൽക്കർമ്മങ്ങളിലെല്ലാം. നോക്കൂ നിങ്ങൾ, 7 പ്രാർത്ഥനകൾ, 7 വലിയ ആവശ്യങ്ങൾ 2 സുജൂദുകൾക്കിടയിൽ നമ്മൾ അള്ളാഹിനോട് പറയുന്നുണ്ട്. അറിയുന്നുണ്ടോ എന്നാണ് നമ്മളോട് ചോദിക്കേണ്ടത്. ഇത് വല്ലതും ഞാൻ അറിയുന്നുണ്ടോ? ഇതൊക്കെ ഞാൻ ചോദിക്കുന്നതാണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നമസ്കാരം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സംഭവമായിരിക്കും. നിസ്കാരം കഴിഞ്ഞ് നമ്മൾ നിസ്കാരത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു റാഹത്ത് കിട്ടും. പഠിച്ചവനോട് എല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്.
നമുക്ക് വല്ല റാഹത്തും കിട്ടുന്നുണ്ടോ? 11 റക്അത്ത് കഴിഞ്ഞ് എഴുന്നേറ്റാലും നമുക്ക് ആ റാഹത്തിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ? സ്വയം നമ്മളൊന്ന് വിലയിരുത്തുക. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഇദാ റഅയ്ത റജുൽ, നീ ഒരാളെ കണ്ടാൽ, യുനാഫിസുക ഫിദ്ദുനിയ, ദുനിയാവിന്റെ വിഷയത്തിൽ നിന്നോട് മത്സരിക്കുന്ന ഒരാളെ നീ കണ്ടാൽ, ഫനാഫിസ്ഹു ഫിൽ ആഖിറ, പരലോകത്തിന്റെ വിഷയത്തിൽ അയാളോട് നീ മത്സരിച്ചോളണം. ഇവിടെ മത്സരം എന്തിന്റെ വിഷയത്തിലാണ്? ഫുൾ ദുനിയാവിന്റെ വിഷയത്തിലാണ്. സഹാബത്ത് മത്സരിച്ചത് എന്തിലാണ്? അത് പരലോകത്തിന്റെ വിഷയത്തിലാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യാൻ പറയുമ്പോ പ്രവാചകൻ ചോദിക്കുന്നത് എന്തുണ്ട് വീട്ടിൽ? പലരും കുറച്ചുണ്ട് പ്രവാചകരെ എന്ന് പറയുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ പ്രവാചകരെ ഒന്നുമില്ല കേട്ടോ, എല്ലാം കൊടുത്തു. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ചിലവഴിക്കുന്നത് വരെ അത് നിങ്ങൾക്ക് പുണ്യമായി മാറുകയില്ല എന്ന് പറയുമ്പോ സ്വഹാബത്ത് 900ഓളം ഈത്തപ്പനകളുള്ള ഈത്തപ്പഴത്തോട് അള്ളാന്റെ റസൂല് ഞാനിത് തന്നു കേട്ടോ. യുനാഫിസുക ഫിദ്ദുനിയ, ദുനിയാവിന്റെ വിഷയത്തിൽ മത്സരിക്കുന്നത് കണ്ടാൽ പരലോകത്തിന്റെ വിഷയത്തിൽ മത്സരിക്കണം. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ മത്സരിക്കാൻ പറ്റുന്ന വിഷയത പരലോകത്തിന്റെ വിഷയമാണ്. 10 ആയത്ത് ഓതിയാൽ 20 ആയത്ത് ഞാൻ ഓതും നമുക്ക് തീരുമാനിക്കാൻ കഴിയണം. അവർ തഹജ്ജുദ് നിസ്കരിച്ചാൽ ആ തഹജ്ജുദ് സുദീർഘമായി ചെയ്യാൻ കഴിയുന്ന ഒരാളായിട്ട് ഞാൻ മാറുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. 1000 കൊടുത്താൽ 2000 കൊടുക്കുമെന്ന് തീരുമാനിക്കാൻ നമുക്ക് ഫിൽ ആഖിറ, പരലോകത്തിന്റെ വിഷയത്തിൽ. നേരെ മറിച്ച് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, എന്തിനാ 1000 കൊടുത്താൽ 500 കൊടുത്താൽ പോരായിരുന്നു? എന്തിനെങ്ങനെ ഇടങ്ങാറായി നിസ്കരിക്കണത്? കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കൂടെ? ആലോചിച്ചു. അത്ര ഓതി തീർത്താ നിങ്ങളെ വായും. അവിടെ 20 ഓതാനല്ലോ നിങ്ങൾ വലിയ കാര്യം. ആലോചിച്ച് നോക്കിയേ, നമ്മൾ അങ്ങനെ മത്സരിക്കാൻ കഴിയുമോ? നമുക്ക് ദുനിയാവിന്റെ കാര്യത്തിൽ വീട്ടിൽ മത്സരം ഉണ്ടായാൽ അവിടെ അടിയെടുക്കും. പരലോകത്തിന്റെ വിഷയത്തിൽ നമുക്ക് മത്സരിക്കാൻ പറ്റൂലേ? മത്സരിക്കാൻ കഴിയുന്നുണ്ടോ? ഞാനും നിങ്ങളും സ്വയം ആലോചിക്കേണ്ട വിഷയമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു ഹജ്ജിൽ അറഫയിൽ ഇറങ്ങുമ്പോ അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, ലൈസ സാബിഖുൽ യൗമ മൻ സബഖ ബൈറഹു, ഇന്ന് വിജയിച്ചവൻ ഒട്ടകം കൊണ്ട് വിജയിച്ചവനല്ല ഇന്നത്തെ വിജയം, മുൻകടന്നവൻ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തെ ഓടിച്ച് അറഫയിലേക്ക് വളരെ വേഗത്തിൽ എത്തി. അറഫയിൽ നിന്നാണോ, അറഫയിൽ നിന്ന് വളരെ വേഗത്തിൽ ഒട്ടകത്തെ ഓടിച്ചിട്ട് മുസ്ദലിഫയിലേക്ക് എത്തിയ ആളല്ല വിജയി എന്ന് പറയുന്നത്. ഇന്നമസ്സാബിഖ്, മുൻകടന്നവൻ ആരാണെന്നറിയാമോ? മൻ ഗഫറല്ലാഹു ലഹു, ആർക്കാണ് അള്ളാഹ് പുറത്തു തന്നത് അവരാണ് വിജയിച്ചത്. നോമ്പ് പൂർത്തിയാക്കുമ്പോ ഈ ഒരു നോമ്പ് പൂർത്തിയായിട്ട് നോമ്പ് തുറക്കാൻ നിൽക്കുമ്പോ ആരാ നമ്മളിൽ വിജയിച്ച ആള്? ഇത്ര നേരം വെള്ളം കുടിക്കാണ്ടിരുന്ന ആളാണോ? മൻ ഗഫറല്ലാഹു ലഹു, 30 നോമ്പും കിട്ടിയ ആളാണോ? അതല്ല, 1 പോയി ബാക്കി 29 കിട്ടിയ അയാളാണോ? രാത്രി ഫുള്ള് നമസ്കരിച്ച 30 തറാവീഹ് കിട്ടിയ ആളാണോ? ആരാണ് വിജയിച്ചവൻ? മൻ ഗഫറല്ലാഹു ലഹു, ആർക്കാണ് അള്ളാഹ് പുറത്തെടുത്ത് അവര് വിജയിച്ചു, അല്ലാത്തവർ വിജയിച്ചിട്ടില്ല. വസ്സാബിഖൂന സാബിഖൂൻ ഉലൈക്കൽ മുഖറബൂൻ ഫീ ജന്നാത്തിൻ നഈം സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ. സൂറത്തുൽ വാഖിയയിലെ ആയത്തുകളാണ്. സാബിഖൂന സാബിഖൂൻ, മുൻകടന്നവർ മുൻകടന്നിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥനകളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയണം. ഞാൻ പറഞ്ഞ എൻ്റെ സംസാരത്തിൻ്റെ മൊത്തം 2 ഭാഗങ്ങളാക്കി നമ്മൾ മാറ്റിയാൽ, ഒന്ന്, നമ്മുടെ പ്രാർത്ഥനകൾ ഉത്തരം കിട്ടുമെന്ന ഉറപ്പിൽ പ്രാർത്ഥിക്കണം. അപ്പൊ ഒക്കെ പ്രാർത്ഥിക്കും, നമ്മൾ എല്ലാം പ്രാർത്ഥിക്കും. 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിലെ 7 കാര്യങ്ങളെ നിങ്ങളോട് ഞാൻ പറഞ്ഞു.
അവസാനമായി പറഞ്ഞത്, ദുനിയാവിന്റെ കാര്യത്തിൽ ഒരാൾ മത്സരിക്കുന്നത് കണ്ടാൽ പരലോകത്തിന്റെ വിഷയത്തിൽ നമ്മൾ മത്സരിക്കുക. അവിടെ 1000ന്റെ ഡ്രസ്സ് എടുത്ത് 1100ന്റെ എങ്കിലും നമ്മൾ എടുത്താലേ നമുക്ക് പറ്റുള്ളൂ. അവിടെ ഉന്നക്കായ ഉണ്ടായി, സമൂസ ഉണ്ടായി, അപ്പൊ ഒരു തരിപ്പോളയോ അല്ലെങ്കിൽ ചട്ടിപ്പത്തിരിയോ കൂടി ഉണ്ടെങ്കിലേ ശരിയാകുള്ളൂ എന്നുള്ള വാശിയല്ല നമുക്ക് വേണ്ടത്. ദുനിയാവിന്റെ വിഷയത്തിൽ മത്സരിക്കുമ്പോൾ പരലോകത്തിന്റെ വിഷയത്തിൽ മത്സരിക്കണം. നമ്മുടെ മത്സരം പരലോകത്തിന്റെ വിഷയത്തിലാണോ അല്ലേ? പരലോകത്തിന്റെ വിഷയത്തിൽ നമ്മൾ എത്ര മത്സരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മുടെ പ്രവർത്തനങ്ങൾ, സൽക്കർമ്മങ്ങളൊക്കെ എന്തിനാ? പരലോകത്തിന് വേണ്ടിയാണ്. ആരെയും ജയിക്കാനും തോൽപ്പിക്കാനുമല്ല, പരലോകത്തിന് വേണ്ടിയാണ്. ഒരു നോട്ടീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പരലോകത്തിന് വേണ്ടിയാണ്. ഒരു മെസ്സേജ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പരലോകത്തിന് വേണ്ടിയാണ്. അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുക. അള്ളാഹു ഏറ്റവും ഉത്തമമായ സ്വർഗം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ, യുദ്ധങ്ങൾ എല്ലാം സമാധാനത്തിന്റെ ഭാഗമാക്കി സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നതാക്കി നീ മാറ്റിയിട്ടറിയണമേ തമ്പുരാനെ. അതിന്റെ കെടുതികളിൽ നിന്ന് എല്ലാവരെയും നീ മോചിപ്പിക്കണമേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി നമ്മുടെ വീട് നമുക്കിതിനു വേണ്ടി സജ്ജീകരിച്ചു തന്ന ഈ കുടുംബം, നമ്മളൊക്കെ വീടുകൾ ഉണ്ടാക്കിയിട്ടാൽ ആ വീടുകളിൽ നടക്കുന്ന ഇത്തരം കർമ്മങ്ങൾ ആലോചിച്ച് നോക്കി. ഈ ഒരു ഖുർആന്റെ ആയത്ത് ഇത്രയധികം പറയാൻ ഒരു അവസരം നമ്മുടെ 4 ചുവരുകളിലുള്ള വീടുകൾക്ക് കിട്ടുമോ? ലക്ഷങ്ങളും കോടികളും ഉപയോഗിച്ച് നമ്മൾ വീടുണ്ടാക്കും. പക്ഷേ അവിടെ ഒരു ആയത്ത് പോലും മറ്റൊരാൾക്ക് കേൾക്കാൻ ഒരു അവസരം ഉണ്ടാക്കി നമ്മുടെ വീടിനെ മാറ്റാൻ കഴിയുമോ? നമ്മൾ അതൊക്കെ ഒരു സൗഭാഗ്യമാണ്. നമ്മുടെ വീട് അത്തരം ഒരു അവസരമാക്കി നമ്മൾ ഉണ്ടാക്കിയ വീടിന്റെ അത്രയും കാലം കിടന്നുറങ്ങിയതിനേക്കാളും പ്രതിഫലാർഹമായിരിക്കും അത്തരം ഒരു കാര്യം. അള്ളാഹു ഈ കുടുംബത്തിന് ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.